നമസ്കാരം എല്ലാ കുട്ടികൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആസ്വാദന ടിപ്പണിയാണ്. അതായത് ആസ്വാദനക്കുറിപ്പ്, ആശയം എഴുതൂ എന്നൊക്കെ ചോദ്യം വരാറില്ലേ, അതാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇത് വളരെ എളുപ്പമാണ്. പലരും വിചാരിക്കുന്നുണ്ടാവും അയ്യോ ടിപ്പണി എഴുതുമ്പോൾ കുറേ പഠിക്കണ്ടേ, കുറേ എഴുതണ്ടേ എന്നൊക്കെ. പക്ഷേ എന്താ പറയുക, ഒട്ടും അറിയാത്തവർക്ക് തന്നെ ടിപ്പണിയിൽ എങ്ങനെ മാർക്ക് കിട്ടാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ നോക്കാം. ടൂട്ടാ പഹിയ നാമ കവിതാക്ക് യേ പങ്ക്തിയാം പഠയും. നിങ്ങൾക്ക് ഉറപ്പായിട്ടും വരിക ടൂട്ടാ പഹിയ, അതായത് ഈ പാഠത്തിലെ ക്വസ്റ്റ്യൻ ഫോക്കസ് ഏരിയയിൽ ഈ പാഠമായതുകൊണ്ട് ഈ പാഠത്തിലെ ടിപ്പണി ആയിരിക്കും നിങ്ങൾക്ക് വരിക. അപ്പോൾ അത് പറഞ്ഞാൽ കവിതയുടെ കുറച്ച് വരികൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ആ വരികൾ വെച്ചിട്ട് അതിനൊരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കണം. അപ്പോൾ എങ്ങനെയാണ് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ്, ആദ്യം നിങ്ങൾ ഈ വരികൾ എല്ലാവരും വായിച്ചു നോക്കുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ചോദ്യം നോക്കാം. അപ്പോൾ എന്താണ്, കവി ഔർ കവിത കാ പരിചയ ദേത്തെ ഹുയെ കവിതാംശ കാ ആശയ ലിഖിയും. അപ്പോൾ നമ്മുടെ ടൂട്ടാ പഹിയ എന്ന കവിതയിലെ കുറച്ച് വരികളാണ് തന്നിട്ടുള്ളത്. ആ വരികളിൽ നിന്ന് കവിയെയും ആ കവിതയെയും പരിചയപ്പെടുത്തിക്കൊണ്ടാണ് കവിതയ്ക്ക് ആശയം എഴുതേണ്ടത്. അപ്പോൾ എന്താണ്, കവിയെ കുറിച്ച് അറിയണം. അപ്പോൾ ടൂട്ടാ പഹിയ ഏതാണ് കവി എന്ന് അത് പഠിച്ചു വെക്കണം. ധർമ്മവീർ ഭാരതിയാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എഴുതേണ്ടത് നോക്കാം. ആദ്യം കവിതയുടെ ആശയം എഴുതുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്ന് നോക്കാം. ഫസ്റ്റ് മുഖവുരയായി കവിത ഏതാണ്, കവി ആരാണ് എന്ന് എഴുതണം. അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫിൽ എന്താണ്, ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. മുഖവുരയായിട്ട് കൊടുക്കേണ്ടത് എന്താണ്, ഏതാണ് കവിത, ആരാണ് കവി എന്നാണ്. അപ്പോൾ നമ്മുടെ കവിതയുടെ പേരെന്താണ്, ടൂട്ടാ പഹിയ. അതാരാണ് എഴുതിയത്, ധർമ്മവീർ ഭാരതി. അപ്പോൾ അത് സെൻറ്റൻസ് ആയിട്ട് എങ്ങനെ എഴുതാം, ടൂട്ടാ പഹിയ ശ്രീ ധർമ്മവീർ ഭാരതിക്ക് एक प्रमुख कविता है. അതല്ലെങ്കിൽ ഹിന്ദി സാഹിത്യ का प्रमुख कवि ധർമ്മവീർ ഭാരതി का एक प्रमुख कविता है टूटा पहिया. അങ്ങനെയൊക്കെ എഴുതാം. ഇനി അടുത്തതായിട്ട് വരികളുടെ ആശയം വേണം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്, ഓൾറെഡി ഒരു കുറച്ച് ലൈൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആ വരികൾ നമ്മൾ ഡിസ്ക്രിപ്റ്റീവായിട്ട് സെൻറ്റൻസ് ആക്കിയിട്ടാണ് എഴുതുക. അതാണ് രണ്ടാമത്തെ പാരഗ്രാഫിൽ എഴുതേണ്ടത്. ഇനി മൂന്നാമതായിട്ട് നിങ്ങൾ പ്രതീകങ്ങൾ ഉണ്ടെങ്കിൽ സൂചിപ്പിക്കണം. അപ്പോൾ ഈ കവിതയിൽ നിന്ന് നിങ്ങൾ മെയിനായിട്ട് പഠിക്കുന്നത് ഇപ്പം എന്താണ്, ടൂട്ടാ പഹിയ എന്തിനെയാണ് പ്രതീകം, എന്തിൻ്റെ പ്രതീകമാണ്, അങ്ങനെയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ലാസ്റ്റ് മൂന്നാമത്തെ പാരഗ്രാഫിൽ എഴുതുക. അപ്പോൾ അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കാനുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ആൻസറും പഠിക്കുക. പിന്നെ കവിയുടെ പേരും കവിതയുടെ പേരും പഠിച്ചു വയ്ക്കുക. പിന്നെ നടുക്കിൽ എന്താണ്, ഈ കവിത, ഈ വരികളെ നിങ്ങളൊന്ന് സെൻറ്റൻസ് ആക്കിയിട്ട് അങ്ങോട്ട് എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്താണ്, ഈ വരികളുടെ ആശയം എഴുതി നോക്കാം. ആശയം എഴുതാൻ എന്താ ചെയ്യേണ്ടത്, ഇത് ഏത് കവിതയിലെ വരികളാണ്, ടൂട്ടാ പഹിയ. പിന്നെ എന്താണ്, കവി ആരാണ്, ധർമ്മവീർ ഭാരതി. പിന്നെ എന്തിനെയാണ് ഇവിടെ ഉപേക്ഷിക്കരുത് എന്ന് പറയുന്നത്, ടൂട്ടേ ഹുയേ പഹിയേക്കോ, എന്താണ്, പൊട്ടിയ ചക്രത്തെയാണ് ഇവിടെ ഉപേക്ഷിക്കരുത് എന്ന് പറയുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, സന്ദർഭ് ആനെ പർ ഉപയോഗി ബൻതാഹി. എന്താണ്, പൊട്ടിയ ചക്രത്തെ എറിയരുത് എന്ന് പറയാൻ കാരണം എന്താണ്, എപ്പോഴെങ്കിലും അവസരം കിട്ടിയാൽ ആ പൊട്ടിയ ചക്രം ഒരു ഉപയോഗമായിട്ടുള്ളൊരു വസ്തുവായി മാറും, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പിന്നെന്താണ്, അക്ഷയഹിണി സേനയെ വെല്ലുവിളിച്ചു കൊണ്ടുവരുന്നത് ആരാണ്, അഭിമന്യു. അപ്പോൾ ഈ കവിതയിലെ അക്ഷയഹിണി സേന, അഭിമന്യു, മഹാരഥി, ആ വാക്കുകളൊക്കെ ഒന്ന് നിങ്ങൾ ഉൾപ്പെടുത്തണം. പിന്നെന്താണ്, ടൂട്ടാ പഹിയ എന്തിനെ പ്രതിനിധീകരിക്കുന്നു, ലഘു മാനവുക്കോ, അത് മെയിനാണ്. അപ്പോൾ ലാസ്റ്റ് നിങ്ങൾ എന്താണ്, ടൂട്ടാ പഹിയ ലഘു മാനവുക പ്രതീക് ഹേ. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നോക്കാം. ഇത് വളരെ കുറച്ചാണുള്ളൂ, നിങ്ങൾക്ക് ഇതിന് കൂടുതലായിട്ട് എഴുതാൻ സാധിക്കും. ഫസ്റ്റ് എന്താണ്, ഇത് പാരഗ്രാഫാക്കി തിരിച്ചിട്ടൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പറയാണ്. ये पंक्तियाँ हिंदी के प्रमुख कवि धर्मवीर भारती की टूटा पहिया कविता से ली गई है. ഈ വരികൾ, പങ്ക്തിയാം എന്ന് പറഞ്ഞ വരികൾ ഹിന്ദിയുടെ പ്രമുഖനായ കവിയായ ധർമ്മവീർ ഭാരതിയുടെ ടൂട്ടാ പഹിയ എന്ന കവിതയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ഇൻട്രോ ഇത്ര കൊടുത്താൽ മതി. ഇനി അടുത്തതായിട്ട് എന്താ കൊടുക്കുന്നത്, കവി എന്താണ് പറയുന്നത്, അതേതാ സുഖമാണ്. ആദ്യം കവി കഹ്തേ ഹേ കി എന്ന് എഴുതാം. കവി കഹ്തേ ഹേ കി എന്ന് എഴുതിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ആ വരി, കവിത മൊത്തം പറഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട്. ഇതാ ഈ വരികൾ, മേം ലദ്കാ ടൂട്ടാ ഹുവാ പഹിയാഹും ലേക്കിൻ മുझे फेंको मत क्या जाने कब इस दुरूह चक्रव्यूह में अक्षयहिणी सेनाओं को चुनौती देता हुआ
കോയി ദുസ്സാഹസി അഭിമന്യു ആക്കർ ഗിർ ജായേ. ഇതൊരു എളുപ്പവഴി മാത്രമാണ്. നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതിയത് പഠിച്ചോളൂ. ഇത് എന്താണ്, നിങ്ങൾക്ക് എങ്ങനെയെങ്കിലുമൊക്കെ മാർക്ക് കിട്ടണം, അതായത് അധികം പഠിക്കാതെ കുറച്ച് വീക്ക് ഉള്ളവർ ഇങ്ങനെ ചെയ്താൽ മതി. പക്ഷെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഒരു 3 മാർക്കൊക്കെ എന്തായാലും ഇങ്ങനെ എഴുതിയാലും കിട്ടും. അതായത് ഈ തന്നിരിക്കുന്ന വരികളില്ലേ അത് സെൻറ്റൻസ് ആക്കി എഴുതാം. അപ്പോൾ ഫസ്റ്റ് എന്താണ്, കവി കവിതാ ഹേക്കി, ആ ഒരു വരി എഴുതുക. എന്നിട്ട് എന്താണ്, മേരത് കാ ടൂട്ടാ ഹുവാ പയ്യാഹും, പിന്നെ ഫുൾ സ്റ്റോപ്പ് ഇടുക. ലേക്കിൻ മുജെ ഫേങ്കോ മത് ക്യാ ജാനേ കബ് ഈസ് ദുരുഹ്. ഇത് മൊത്തം അങ്ങോട്ട് സെൻറ്റൻസ് ആക്കിയിട്ട് നല്ല വൃത്തിയിൽ എഴുതുക. ഓക്കെ, അതിലെല്ലാവരും റെഡിയല്ലേ? ഇനി നമുക്ക് ചെയ്യേണ്ടത് അത്ര എഴുതുക. ഇനി അതല്ല, വേറെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസറൊക്കെ പഠിച്ചവരുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ ആൻസറും കൂടി വേണമെങ്കിൽ ആ നടുക്കിൽ എഴുതി ചേർത്തോളൂ. എന്താണ്, അപ്പോൾ ഇതിലെന്താണ് എഴുതിയത്, കവി കവിത്തെ ഹേക്കി ടൂട്ടാ പഹിയാബി സന്ദർഭ് ആനെ പർ ഉപയോഗി ബൻതാ ഹേ. പൊട്ടിയ ചക്രവും ഒരു സന്ദർഭം വരുമ്പോൾ ഉപയോഗിയായിട്ട് വരുന്നു. ഇസ്ലിയെ കവി കവിത്തെ ഹേക്കി ടൂട്ടാ പഹിയേക്കോ നാ ഫേങ്കോ. അതുകൊണ്ട് കവി പറയുന്നു പൊട്ടിയ ചക്രത്തെ എറിയരുത്. നാ ഫേങ്കേം, എറിയരുത്. ഉസ്കി ഉപേക്ഷ നാ കരേ, അതിനെ ഒരിക്കലും ഉപേക്ഷിക്കരുത്. മഹാഭാരത യുദ്ധമേ മഹാരഥിയോം കോ സാമന കർണ കെ ലിയെ അഭിമന്യുവിനെ ടൂട്ടേ പഹിയെ കാ ആശ്രയ ലിയ. മഹാഭാരത യുദ്ധത്തിലെ മഹാരഥിമാരെ നേരിടാൻ വേണ്ടിയിട്ട് അഭിമന്യു ഈ പൊട്ടിയ ചക്രമാണ് ആശ്രയിച്ചത്. വിഭക്തി മേ വഹി ഉൻക സഹാരാത, അവന് ആകെ ഉണ്ടായിരുന്നൊരു മാർഗം തന്നെ ഇതായിരുന്നു. കവി കവിത്തെ ഹേക്കി കിസി കോ ബി ബേക്കർ സമജ്കർ നാ ഫേങ്കെ. ഇവിടെ ലാസ്റ്റ് നമുക്ക് ഒരു കൺക്ലൂഷനായിട്ട് എന്ത് കൊടുക്കാം, കവി കവിത്തെ ഹേക്കി, കവി പറയുന്നു കിസി കോ ബി ബേക്കർ സമജ്കർ നാ ഫേങ്കെ, ആരെയും എന്താണ് ബേക്കാർ എന്ന് പറഞ്ഞാൽ യൂസ്ലെസ്, അതായത് ഉപയോഗശൂന്യമായിട്ട് കാണരുത്, എന്നിട്ട് കണ്ട് എറിയരുത്. പിന്നെന്താണ്, ഇഹാം ടൂട്ടാ പഹിയ ലഘു മാനവക പ്രതീക് ഹേ. അപ്പോൾ അത്ര ആ 2 സെൻറ്റൻസ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺക്ലൂഷനായി. അപ്പോൾ ഒരു ടിപ്പണി പരീക്ഷയ്ക്ക് ചോദ്യം വന്നാൽ എഴുതാൻ എല്ലാവർക്കും മനസ്സിലായില്ലേ? അതായത് നിങ്ങൾ കുറേ പേര് കമൻ്റായിട്ട് ചോദിച്ചിരുന്നു, നന്നായി എഴുതാനും വായിക്കാനും അറിയുന്നവർക്ക് മാത്രമാണ് ടിപ്പണിയൊക്കെ എഴുതാൻ കഴിയുള്ളൂ, ഞങ്ങളെപ്പോലുള്ളവർ എങ്ങനെ എഴുതും? അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഫസ്റ്റ് നിങ്ങൾ ആ ഒരു കവിയുടെ പേരും കവിതയുടെ പേരും മനസ്സിലാക്കി വെക്കുക. അത് വെച്ചിട്ടൊരു സെൻറ്റൻസ് എഴുതുക. പിന്നെ ആ കവിതയുടെ വരികൾ മൊത്തം കവി കവിത്തെ ഹേക്കി എന്ന് പറഞ്ഞിട്ട് ആ വരി മൊത്തം എഴുതുക. പിന്നെ ലാസ്റ്റ് കൺക്ലൂഷനായിട്ട് ടൂട്ടാ പഹിയ ലഘു മാനവക പ്രതീക് ഹേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതുക. എന്തെങ്കിലുമൊക്കെ എഴുതുക. നിങ്ങൾക്ക് എന്തായാലും 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് ഒരു 2.5 അല്ലെങ്കിൽ 3 മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ടിപ്പണി എഴുതേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കാം. പിന്നെ അതുപോലെ പരീക്ഷ എടുക്കാറായി, നിങ്ങൾ അധികം ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. ഹിന്ദി പരീക്ഷ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നിങ്ങൾക്കിപ്പോൾ സുഗമ പരീക്ഷയ്ക്ക് കഴിഞ്ഞിട്ട് മാർക്കൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. ഒരുവിധം എല്ലാവർക്കും ചിലപ്പോൾ 40 തന്നെ കിട്ടിയിട്ടുണ്ടാവും ഇല്ലേ? അപ്പോൾ ഹിന്ദിയിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യുന്ന ഒരു നല്ലൊരു സബ്ജക്റ്റാണ്. ഹിന്ദിയെ നിങ്ങൾ സ്നേഹിക്കൂ. അതുപോലെ പ്ലസൻ്റായിട്ട് നിങ്ങൾ എക്സാം എഴുതാൻ ശ്രമിക്കും. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക, ഞാൻ ഉടനെ തന്നെ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ശരി, ബായ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.